നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒഴികെ 12 ജില്ലകളിലും അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ആശാവർക്കർമാർ, കനത്ത സുരക്ഷ. രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടങ്ങളെല്ലാം പ്രവർത്തകർ ഉപരോധിച്ചിരിക്കുകയാണ്. ഗേറ്റുകളെല്ലാം അടച്ചുപൂട്ടിയ പോലീസ് കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമരത്തെ പിന്തുണയ്ക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികളും ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാപ്പകൽ സമരത്തിന്റെ 36ാം ദിവസത്തിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് ആശാവർക്കർമാർ കടന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് വരെയാണ് സമരം. KSRTC സ്വിഫ്റ്റ് ബസ് വീടിന്റെ മതിലിൽ ഇടിച്ച് അപകടം. KSRTC സ്വിഫ്റ്റ് ബസ് വീടിന്റെ മതിലിടിച്ച് അപകടം. പത്തനംതിട്ട ഇലന്തൂർ ബ്ലോക്കിന് സമീപമാണ് അപകടമുണ്ടായത്. കോയമ്പത്തൂർ പത്തനംതിട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. അപകടത്തിൽ ബസ് കണ്ടക്ടർക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ ബസ് കണ്ടക്ടറെ ആശുപത്രിയിലേക്ക് മാറ്റി. മലയാളി യുവാവ് കോയമ്പത്തൂരിൽ പിടിയിൽ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പിടിയിലായത്. 150 ഗ്രാം മെത്താഫെറ്റാമിനുമായിട്ടാണ് യുവാവ് പിടിയിലായത്. കായംകുളം പുള്ളിക്കണക്ക് കൃഷ്ണപുരം സ്വദേശി എസ് മുഹമ്മദ് സിനാനാണ് പിടിയിലായത്. ആലപ്പുഴ 1ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് 19-കാരൻ. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലെ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിന്റെ അവസാന ജനറൽ കോച്ചിലാണ് RPF ഇൻസ്പെക്ടർ സി ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് രാസലഹരി അടങ്ങിയ പൊതി കണ്ടെത്തിയത്. തുടർന്ന് സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ പ്രതിയെ ചോദ്യം ചെയ്തതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് കേരളത്തിലേക്കുള്ള മറ്റൊരു ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണ്ടും സിനാൻ കുടുങ്ങിയത്. RPF തമിഴ്നാട് PEWയുമായി ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നതായി സംശയമുണ്ട്. രക്ഷപ്പെട്ട ഇയാളെ തിരയുന്നുണ്ട്. ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ വയോധികന് ദാരുണാന്ത്യം. രാവിലെ 7 മണിയോടെ കുളത്തിൽ കുളിക്കാനായി പോയ ശിവദാസൻ ഏറെ നേരമായും തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചു പോവുകയായിരുന്നു. ക്ഷേത്രത്തിനടുത്ത് തന്നെ താമസിക്കുന്ന പെരുപ്പത്ത് ശിവദാസനാണ് കുളത്തിൽ വീണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. കുളിക്കടവിൽ നിന്ന് തോർത്തും സോപ്പും കണ്ടെടുത്തതോടെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിലാണ് കുളത്തിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. നിലവിൽ മൃതദേഹം പ്രാരംഭഘട്ട പരിശോധനയ്ക്കായി മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലാണ്. ഇനി മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്ന് പോലീസ് അറിയിച്ചു.